എക്സാമിൻ്റെ ഫാമിലി മക്കളെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു? നെയ്മഡ് റിയാക്ഷൻ്റെ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ട് മക്കളെ. അതിൽ പഠിച്ച എല്ലാ റിയാക്ഷനും പക്കയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ. നെയ്മഡ് റിയാക്ഷൻ പാർട്ട് 2മായി ഞാൻ എത്തിയിരിക്കുന്നു മക്കളെ. രണ്ടാമത്തെ സെറ്റ് നമ്മൾ സെറ്റാക്കാൻ പോവാം. ഫസ്റ്റ് സെറ്റ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ, പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, കാണാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ടെസ്റ്റുകളുടെ ഒരു വീഡിയോ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫെയിലിംഗ് ടെസ്റ്റ്, ലൂക്ക ടെസ്റ്റ്, അതൊക്കെ കോഡുകൾ വെച്ച് അതിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. ഓക്കെ, എന്നാൽ പോവല്ലേ, നമ്മൾ ടെസ്റ്റിലേക്ക് പോവല്ലേ. ഇതാ മക്കളെ, ഇന്ന് നമ്മൾ സെറ്റാക്കാൻ പോകുന്ന ടെസ്റ്റുകൾ ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ ടെസ്റ്റ് ഇതാക്കാൻ പോകുന്നത് കേട്ടോ. ഏതൊക്കെയാണ് ടെസ്റ്റുകളല്ല, നെയ്മഡ് റിയാക്ഷൻസ്. ഏതൊക്കെയാണ് മക്കളെ? ഇതാ ഇത്രയെണ്ണം: റോസ്മണ്ട്, സ്റ്റീഫൻ, എറ്റാഡ്, ഗെറ്റർമാൻ, കോച്ച്, ക്ലെമൻസൺ, വോൾഫ് കിഷ്ണർ, HVZ, വില്യംസൺ. ഇതിൽ ഈ വില്യംസൺ മാത്രമേ സത്യത്തിൽ ആൽക്കോൾ, ഫീനോൾ, ഈതേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് തന്നെ ഉള്ളൂ. ഈതേഴ്സിൻ്റെ പ്രിപ്പറേഷനിൽ വരുന്നതാണിത് കേട്ടോ. ബാക്കിയൊക്കെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസാ. ഏറ്റവും കൂടുതൽ നെയ്മഡ് റിയാക്ഷൻസ് ഉള്ളത് മക്കളെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് കേട്ടോ. ഏറ്റവും കൂടുതൽ നെയ്മഡ് റിയാക്ഷൻ മൊത്തം ആൽഡിഹൈഡ്സ് അല്ല കേട്ടോ. ഇതെന്ത് ചെയ്യാണ്, ഇതിലും കൂടി ഉണ്ട് എല്ലാ റിയാക്ഷൻസ് ആണ്. ഇത് മാത്രം എന്താണ്, ഇത് ആൽഡിഹൈഡ്സ് അല്ല, ഇതെന്താണ്, ഇത് മാത്രം ആൽക്കോൾ എന്നാണ്. ബാക്കിയൊക്കെ എന്തെന്നാണ് മക്കളെ, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. അതിൽ തന്നെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്ന സാധനം ഈ 4 ഒന്ന് പക്കയാക്കാൻ പോവുക. ആദ്യം നമ്മൾ അതാണ് പക്കയാക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? റോസൻ മണ്ട്, റോസേ മണ്ട്, സ്റ്റീഫൻ റിയാക്ഷൻ, എറ്റാഡ് റിയാക്ഷൻ, ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റാ, എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന കുറച്ച് റിയാക്ഷൻസ് കേട്ടോ. പലരും പല കോഡുകൾക്കൊക്കെ മനസ്സിലുണ്ടാവും, എന്നാലും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കോഡുകളിലേക്ക് മാറ്റാം കേട്ടോ. ഫസ്റ്റ് വൺ, റോസൻമണ്ട് റിയാക്ഷൻ. ഇവിടെ നടക്കുന്ന എന്താ മക്കളെ? റിഡക്ഷനാണ് കേട്ടോ. ഇവിടെ നടക്കുന്നത് റിഡക്ഷനാ. എന്താ നടക്കുന്നത് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. ആദ്യം ഞാൻ പറയും, ആദ്യം ആ റിയാക്ഷൻ എന്താ നടക്കുന്നതെന്ന് പറയും, എന്നിട്ട് അതിനെ കോഡൊക്കെ വെച്ച് സെറ്റാക്കും. അതാണ് നമ്മുടെ രീതിയിലെ. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് അറിയാം, അതാണ് നമ്മുടെ രീതി. അതേ രീതി തന്നെ ഫോളോ ചെയ്യുന്നു കേട്ടോ. അതായത് RCOCl. എടാ, സിഒൻ്റെ ഒപ്പം ഈ CLന് പകരം OH ആയിരുന്നെങ്കിൽ ഇത് ആസിഡ് ആവുമായിരുന്നു. COH എന്ന് പറഞ്ഞാൽ ആസിഡാണ്, കാർബോക്സിലിക് ആസിഡാണ്. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം? ഈ OH മാറിയിട്ട് അവിടെ ആര് വന്നിരിക്കുക? CL വന്നിരിക്കുക. OH താനിക്കുള്ളടത്ത് താനിന്തെങ്കിലും കിടന്ന്. അപ്പോൾ ആസിഡിൽ എന്ത് വന്നു? ക്ലോറിൻ വന്നു. അപ്പോൾ ആസിഡ് ക്ലോറൈഡ്, ഇതാണ് അതിൻ്റെ പേര് കേട്ടോ. ആസിഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ അസൈൽ ക്ലോറൈഡ് എന്നൊക്കെ പറയും കേട്ടോ. അസൈൽ ക്ലോറൈഡ്, ആസിഡ് ക്ലോറൈഡ് എന്നൊക്കെ പറയും കേട്ടോ. ഇവിടെ റിയാക്ഷൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ആസിഡ് ക്ലോറൈഡ് എന്ന് പറയും. അപ്പോൾ ഈ സാധനം പിന്നെ R ഗ്രൂപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഏത് വേണമെങ്കിലും ആവാം. R ഗ്രൂപ്പ് എന്താവാം? നമ്മുടെ CH3 വരാം, CH3 വരാം, CH2 വരാം. ഏതൊരു ആൽക്കൈൽ ഗ്രൂപ്പും വരാം. CH2, CH3, പ്രൊപ്പൈൽ വരാം, മീഥൈൽ വരാം, ബ്യൂട്ടൈൽ വരാം, ഏത് വേണമെങ്കിലും വരാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ് മക്കൾ. ഇതൊന്നും വലിയ വ്യത്യാസമില്ല, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, വലിയ പ്രശ്നമല്ല. പക്ഷേ ഇതിന്ന് എന്താ ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞു, ഫസ്റ്റത്തെ 3-4 റിയാക്ഷനും ആൽഡിഹൈഡ്സ് ഉണ്ടാക്കുക. എന്താ ആൽഡിഹൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CHO ഫങ്ഷൻ ഗ്രൂപ്പായിട്ട് വരുന്ന ആളെ ഉണ്ടാക്കുക. അത്രേ ഉള്ളൂ. നോക്കി ഞങ്ങൾ ഇതാ ഈ 6-ൽ ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? CHO വരണം. അങ്ങനെയാണ് CHO വരണമെങ്കിൽ നോക്കി ഞങ്ങൾ ഇവിടെ നടക്കുന്ന റിഡക്ഷൻ ആണ്. എന്താ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ? ഇത് എന്തായാലും CL പോകണ്ടേ? CL കളയണം. അതിന് വേണ്ടി Hനെ ചേർക്കുന്നു. ഒരു H2 ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, +H2 എന്ന് എഴുതി കഴിയാം. ഇങ്ങനെ എഴുതാം കേട്ടോ. +H2 എന്ന് എഴുതിയാൽ ഇതിൽ നിന്നും ഒരു റിഡക്ഷൻ അല്ലേ, അതുകൊണ്ടാണ് +H2 എഴുതിയത്. ഇതിലത്തെ ഒരു H എന്ത് ചെയ്യും? ഇതിലെ ഒരു H എന്ത് ചെയ്യും മക്കളെ? ഒരു H വന്നിട്ട് ഇതിലത്തെ CLനെ കൊണ്ട് അവർ തമ്മിലൊരു ഇഷ്ടമുണ്ടല്ലേ, കൺകളിരുന്താൽ അവർ തമ്മിൽ കണ്ടുമുട്ടി. CLും Hഉം തമ്മിൽ കണ്ടുമുട്ടി. അവർ തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ പേരാണ് HCl. അങ്ങനെ അവർ HCl ആയി പുറത്തേക്ക് പോയി. പ്ലസ് ബാക്കി ആരാ? ഇവിടെ ഒരു H കൂടി ഇല്ലേ? ഇവിടെ ഞാൻ എന്താ പൊട്ടനാ അല്ലേ? ഇത്രയും ഞാൻ ചെയ്ത് പോയി. ഇപ്പോൾ ഇവനൊരു ആളെ കുറവുണ്ട്. അപ്പോൾ എന്തിനാ മുത്ത ചേട്ടൻ, എന്തൊരു H ബാക്കിയില്ലേ? ആ H നേരെ ഇവിടേക്ക് വരും. അപ്പോൾ എന്താ ഉണ്ടാവുക? R. അപ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്താ മക്കളെ? R
CHO. കണ്ടോ, അതിക്ക് ഒരു എച്ചും കൂടി വന്നു. ഇവിടേക്കും ഒരു എച്ച് വന്നു. ഇത്രേ സംഭവിക്കുന്നുള്ളൂ. എന്താ സംഭവിക്കുന്നത്? ദാ ഇവിടേക്കും ഒരു എച്ച് വരുന്നു. ഈ CL ഒരു എച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അത്രേ പരിപാടിയുള്ളൂ. CL ഒരു എച്ച് കൊണ്ടുപോയി അവിടേക്ക് ഒരു എച്ച് കയറിയിരുന്നു അല്ലേ. അപ്പം എങ്ങനെ വരും? ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കിയാലോ. എന്നാൽ ഒരു എക്സാമ്പിൾ ആറിന് പകരം ഒരു എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കിയാലോ മക്കളെ. ആറിന് പകരം ഒരു എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കിയാലോ. എങ്ങനെ ആറിന് പകരം എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കാം? അന്ന് നോക്കിയേ. ഇത് ആറിന് പകരം ഞാൻ CH3 കൊടുത്തു. CO CL അല്ലേ. എന്ത് ചേർക്കണം? H2 ചേർക്കണം. എന്താ സംഭവിക്കുക? നിങ്ങൾ തന്നെ ഒന്ന് പറയും മക്കളെ. നിങ്ങൾ തന്നെ ഒന്ന് പറയും. നിങ്ങൾക്ക് കിട്ടും ഒരു എച്ച് വന്നിട്ട് ഈ CL കൊണ്ടുപോകും. എന്താ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്? ബൈ പ്രൊഡക്റ്റ് എന്താ? HCl പ്ലസ് ഞാൻ ഉണ്ടാവുക ഒരു എച്ച് എന്ത് ചെയ്യും? ഈ CO അടുത്തേക്ക് വന്ന് നോക്കും. ഒരാളിങ്ങോട്ടും വരും. അപ്പം എന്താ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്? എന്താ? CH3 CHO ആൽഡിഹൈഡ് ഉണ്ടായി. ഇനി ഇത് നടക്കണമെങ്കിൽ നമ്മൾ 2 ആൾക്കാർ ചേർക്കണം. PD⁻BaSO4. PD⁻BaSO4. PD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലേഡിയം, BaSO4 എന്ന് പറഞ്ഞാൽ ബാസോ4 എന്നൊക്കെ നമുക്ക് ചുരുക്കി വിളിക്കാം. ബാസോ4. ഇനി നമ്മുടെ കോഡിലേക്ക് കിടക്കാൻ പോവാം. ഇതാണ് ഇപ്പോൾ റിയാക്ഷൻ. ഇവിടെ ആറിന് പകരം ബെൻസീൻ വന്നു വിചാരിക്കാം. ബെൻസീൻ COCl. അപ്പോഴും ഇതന്നെ നടക്കും. ഇതേ റിയാക്ഷൻ. ഇവിടെ ആറിന് പകരം ബെൻസീൻ വരുന്നുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എന്ത് റിയാക്ഷൻ വന്നാലും അത് എഴുതാൻ അറിഞ്ഞിരിക്കണം. അറിയാൻ പറ്റും മക്കളെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ പോവാം. റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രപ്പോസ് സീനാണ്. റോസേ മണ്ട് അല്ലേ. റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ്? പ്രപ്പോസൽ സീനാണ്. റോസും അതിൽ ഹൈഡ്രജൻ ബലൂണും കൂടി ഉണ്ടായിക്കോട്ടെ അല്ലേ. ലവ് ചിഹ്നത്തിൻ്റെ ബലൂണൊക്കെ കൊണ്ടിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. ആരെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്? ബാസോ4. നിങ്ങൾ പോകണ്ടോ? തല്ല് കിട്ടിയേ. ബാസോ4 പ്രപ്പോസ് ചെയ്യുമ്പോൾ റോസ് പിടിച്ചിട്ടല്ലേ പോവാ. റോസ് പിടിച്ച് ഹൈഡ്രജൻ ബലൂണും ഉണ്ട്. അപ്പൊ ആഡ് ചെയ്യേണ്ടത് H2. ഹൈഡ്രജൻ ബലൂൺ ആകുമ്പോൾ H2. പിന്നെന്താണ്? പിടിച്ച് PD. നെക്സ്റ്റ് ആരെ പ്രപ്പോസ് ചെയ്യുന്ന? ബാസോ4. അമേരിക്ക യുവതി. ചെറിയ കളികളൊന്നുമില്ല. അമേരിക്ക യുവതിനെ കേട്ടോ. ബാസോ4 അച്ഛൻ്റെ പേരാണ്. ഓക്കെ, ബാസോ4നെ പ്രപ്പോസ് ചെയ്യാൻ പോവാം. ബാസോ4 പ്രപ്പോസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? 36 ആസിഡിൽ ക്ലോറിൻ കലക്കിയ വെള്ളം എന്ത് ചെയ്തു? മുഖത്തേക്ക് ഒരൊറ്റയെങ്കിലും പൊടാർന്നത്. ആസിഡിൽ ക്ലോറിൻ കലക്കിയ വെള്ളം, അതല്ലേ ആസിഡ് ക്ലോറൈഡ്. അപ്പൊ എല്ലാം കണക്റ്റഡ് ആയേ. ആസിഡിൽ ക്ലോറിൻ കലക്കിയ വെള്ളം, ആസിഡ് ക്ലോറൈഡിലേക്ക് എന്താ ചേർക്കുന്നത്? ഹൈഡ്രജൻ ബലൂൺ. പ്രപ്പോസ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ബലൂൺ H2 ചേർക്കുന്നു. എന്താണ്? റോസ് പിടിച്ച് PD. ആരെ പ്രപ്പോസ് ചെയ്യുന്നത്? ബാസോ4. എന്നിട്ട് അതിൽ ആ റിയാക്ഷൻ എങ്ങനെ നടക്കുന്നു? CL വന്നിട്ട് H കൊണ്ടുപോകുന്നു. അടുത്ത H അവിടെ വന്നിരിക്കുന്നു. CHO വന്നു. സെറ്റ്. റോസൻമണ്ട് സെറ്റ്. ഓക്കെ, അപ്പൊ റോസൻമണ്ട് കഴിഞ്ഞ് ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷൻ റോസൻമണ്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാ? സ്റ്റീഫൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന സിനിമ അടുത്തത് മാർച്ച് 27 റിലീസാകാൻ പോകുന്ന എമ്പുരാൻ വരാൻ പോവാ അല്ലേ. അത് അതിന് മുന്നേ വന്ന ലൂസിഫറിന്റെ തുടക്കം ഇപ്പം വന്ന് പറയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു വിഷമാണ്, അങ്ങനെയൊക്കെ വന്ന് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ അങ്ങനെ ആലോചിക്കാം, അല്ലെങ്കിൽ നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്, അങ്ങനെ ആലോചിക്കാം. എങ്ങനായാലും വിഷം, നർക്കോട്ടിക്സ് വിഷമല്ലേ, വിഷം. നമ്മളെ വിഷം ഏതാ? CN, RCN. നമ്മളെ വിഷം CN മക്കളെ. സയനൈഡ് ഗ്രൂപ്പ് വരിക, സയനൈഡിലെ CN വരിക. R ഗ്രൂപ്പിൽ എവിടെയും CN വരിക. ഇതിനെന്താക്കി മാറ്റണം? ഇതിനെ RCHO എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആക്കി. എല്ലാത്തിനും ആൽഡിഹൈഡ് അല്ലേ. ഈ പറഞ്ഞ 4 റിയാക്ഷനും എന്താണ്? ആൽഡിഹൈഡ്സ് ഉണ്ടാക്കുക. അപ്പൊ എന്തായാലും ആൽഡിഹൈഡ് ആയിരിക്കും അല്ലേ. അപ്പൊ RCOനെ എന്ത് ചെയ്യുന്നു? RCN എന്താക്കി മാറ്റുന്നു? RCHO ആക്കി മാറ്റുന്നു. ഓക്കെ, എന്തൊക്കെ ചേർത്തിട്ടാണ്? 2 സ്റ്റെപ്പിലാണ് ഇവിടെ നടക്കുക. 2 സ്റ്റെപ്പുകളാണ് ഇവിടെ നടക്കേണ്ടത്. അതിലെങ്ങനെ റിയാക്ഷൻ നടക്കുന്നു എന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നിങ്ങൾ ആ ഒരു ഇത് മാത്രം പഠിച്ചു വെക്കി. എങ്ങനെ RCO ആക്കാം? എന്നെ ഒഴിവാക്കിയിട്ട് അവിടെ HO ചേർത്ത് കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് റിഡക്ഷനാണ്. H ചേർക്കുമ്പോൾ റിഡക്ഷനാണ് നടക്കുന്നത്. നോക്കി നിങ്ങൾ ഈ സ്റ്റീഫൻ റിയാക്ഷൻ്റെ ഫസ്റ്റത്തെ ലെറ്ററും ലാസ്റ്റത്തെ ലെറ്ററും നടുക്കത്തെ ലെറ്ററും കൊടുക്കുക. അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ റിയാക്ഷൻസ്. N. ഈ പീല് കണ്ടങ്ങൾ ഒരു C ഒളിഞ്ഞെടുക്കല്ലേ പീല്. ഇങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, ഒന്ന് P ഒന്ന് തിരിച്ചിട്ട് നോക്കിയാൽ മതി. ഒരു C കാണാൻ പറ്റും. ഇങ്ങനെ ഇട്ടാൽ കൂടിയാൽ മതി P. അപ്പോൾ ഒരു C യും L ഉം കണ്ടില്ലേ? C യും L ഉം അല്ലേ. അപ്പോൾ Cl2. പിന്നെ ഇവിടെ ഒരു E ഉണ്ട്. E ഒന്ന് 2 ആക്കി വിചാരിച്ചാൽ മതി. അപ്പോൾ SnCl2 ബാർ. ഇവിടെ നോക്കി, അടുത്ത് നോക്കിയേ, H ഉം Cl ഉം ഇത് തന്നെ ഉണ്ട്. H ഉം Cl ഉം HCl.
അയ്യോ അതിൽ തന്നെ ഉണ്ട് മക്കളെ, അതിന്റെ റിയാക്ഷന്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് മക്കളെ. കാണാനും കഴിയണം. നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കണമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് സാധനം. അതൊന്നും എടുത്ത് മനസ്സിലാക്കാൻ അറിഞ്ഞാൽ മാത്രം മതി, സാധനം സെറ്റാ. ഇനി എന്ത് ചെയ്യുന്നു, അതൊക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ആസിഡ് ചേർത്ത വെള്ളം, അതാണ് H3O+, അതും ചേർക്കുക. ആസിഡ് ചേർത്ത വെള്ളം എല്ലാത്തിലും മിനിമം നമ്മൾ ഈ പഠിക്കുന്ന ഏറെ ഭൂരിഭാഗത്തിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആ രണ്ടാമത്തേൽ ഇതാവും ചേർക്കുന്നുണ്ടാവും കേട്ടോ. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടുതലുള്ളത്. അതിലെല്ലാത്തിലും ഏറെക്കുറെ എല്ലാത്തിലും എന്താ ചെയ്യേണ്ടത്, H3O+ ചേർക്കുക. ഇത് ചെയ്യുമ്പോൾ R ചേർക്കും. ഇനി ഇവിടെ നോക്കിയേ, CH3Cl ഒന്നാം സ്റ്റെപ്പിൽ, 2 സ്റ്റെപ്പായിട്ട് റിയാക്ഷൻ നടക്കുക, ഞാൻ ഒരുമിച്ച് എഴുതുന്നുള്ളൂ കേട്ടോ. ഒന്നാം സ്റ്റെപ്പിൽ SnCl2 ചേർത്തു, HCl-ഉം SnCl2 ചേർത്തു. രണ്ടാം സ്റ്റെപ്പിൽ ആസിഡ് കലക്കിയ വെള്ളം, അതാണ് H2O-ന്റെ ഒപ്പം H+ കൂടി വരുന്നതാണ് കേട്ടോ H3O+ എന്ന് പറഞ്ഞാൽ ആസിഡ് കലക്കിയ വെള്ളം. അപ്പം എന്ത് ചെയ്യും, ഈ CN മാറി അവിടെ CHO. അത്ര പരിപാടിയുള്ളൂ. ഇനി ഇതിന് പകരം CH3 ആണല്ലോ ഇവിടെ കൊടുത്തത്, സോറി. അപ്പോൾ ഇവിടെയും CH3 കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെയും CH3 കൊടുത്താൽ മതി. ഇത്ര പരിപാടിയുള്ള മക്കളെ. കഴിഞ്ഞു, പഠിച്ചു. സ്റ്റീഫൻസ് റിയാക്ഷൻ. ഇനി നിങ്ങൾക്ക് മക്കളെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ ക്ലാസ് എൻ്റെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഈ റിയാക്ഷൻ തെറ്റില്ല. നിങ്ങൾക്ക് ഈ റിയാക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും ഈ ക്ലാസ്. ഓക്കെ, കാരണം നമ്മൾ അങ്ങനത്തെ കോഡുകളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. കോഡുകൾ കൊണ്ട് മാത്രമാണ് ഈ റിയാക്ഷൻ കേട്ടോ. വേറെ ഡീറ്റെയിലിംഗ് ആയിട്ട് കുറേ ക്ലാസ്സുകൾ ഉണ്ടാവും. കുറേ ക്ലാസ്സുകൾ നമ്മൾ എക്സാമിൻ്റെ ക്ലാസ്സുകൾ തന്നെ കുറേ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ കോഡുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തോടെ സെറ്റാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അത് കണ്ടോ, നൈട്രൈൽസ് എന്ന് പറഞ്ഞാൽ സയനൈഡ് അല്ലേ, CN-നെ നമ്മൾ നൈട്രൈൽസ് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റീഫൻ റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. കണ്ടോ, 2 സ്റ്റെപ്പാക്കി ഇവിടെ എഴുതിയിരുന്നു. അതിന് ഞാൻ 2 ഈ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഇത് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് 2 കൂട്ടിയിട്ട് ഇതിന് 1 നമ്പർ ഇട്ട് എഴുതി, ഇതിന് 2 നമ്പർ ഇട്ട് എഴുതി. അതാണ് ചെയ്തിട്ടുള്ളത്. ഈ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കി നിങ്ങൾ, ഇവിടെ CN ഇല്ലേ, ഇതിൽ നടക്കുന്ന റിഡക്ഷൻ ആണ്. 2 സ്ഥലത്തേക്കും H വരും. അപ്പോൾ 2 സ്ഥലത്തേക്കും H വരും. ഈ CN-ന്റെ അടുത്തേക്കും H വരും, N-ന്റെ അടുത്തേക്കും ഒരു H വരും. റിഡക്ഷൻ അല്ലേ, ഹൈഡ്രജൻ ആഡ് ചെയ്യല്ലേ, 2 സ്ഥലത്തേക്കും ഒരു H കൊടുക്കണം. എന്നിട്ട് എന്താ ഇവിടെ വരുമ്പോൾ അപ്പോൾ കണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ട് ആവും. സത്യത്തിൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരുന്നു, C∼N ഇങ്ങനെയാണ് ഉള്ളത്. ഒരു ബോണ്ട് പൊട്ടിയിട്ടാണ് ഇവിടേക്ക് ഒരു H-ഉം ഇവിടേക്ക് ഒരു H-ഉം വരുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാവുന്നത്. അതിനുശേഷം എന്താ ചെയ്യുന്നത്, നമ്മൾ H2O ചേർക്കും. H2O ചേർക്കുമ്പോൾ ഈ H2Oയിലുള്ള 2 ആസിഡ് കലക്കിയ വെള്ളം എന്ന് പറഞ്ഞാൽ H2O, ഇതിലുള്ള 2 H ഇതിൻ്റെ ഒപ്പം പോവും, NH3 ആയിട്ട് പോവും. ബാക്കിയുള്ള O അല്ലേ, അത് ഇവിടെ വന്ന് നിൽക്കുന്ന തരും, RCHO ചെയ്യും കേട്ടോ. നമുക്ക് അത്ര ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കണം എന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു സാധനങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. ഇതാണ് സ്റ്റീഫൻ റിയാക്ഷൻ, CN-CH ഉണ്ടാക്കാൻ. അപ്പോൾ കോഡ് മറന്നിട്ടില്ലല്ലോ മക്കളെ, കോഡ് മറന്നിട്ടില്ലല്ലോ. സ്റ്റീഫൻ നെടുമ്പള്ളി ഈസ് എ ക്രിമിനൽ, ഈസ് എ വിഷം CN-ലേക്ക് CHO ആക്കുന്നു. സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പേരിൽ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ. ഒന്നും കൂടി റിവൈസ് ചെയ്യുക, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്യുക, കാണുക, സാധനം സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷനും കഴിഞ്ഞു. ഇനി അടുത്ത ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഇതും കൂടി കഴിഞ്ഞു കേട്ടോ. നമ്മൾ രണ്ടാമത്തെയും കൂടി കഴിഞ്ഞു, സ്റ്റീഫൻസ് റിയാക്ഷനും കൂടി കഴിഞ്ഞു. സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ അതെല്ലാം സെറ്റാക്കി. നെക്സ്റ്റ് ഇനി ഗെറ്റർമാൻ കോച്ചാണ് കേട്ടോ, സ്ലൈഡിൽ ഗെറ്റർമാൻ കോച്ചാണ്. അപ്പോൾ അത് പറയാം. ഗെറ്റർമാൻ കോച്ച് ഗെറ്റ് കണ്ടോ നിങ്ങൾ, എല്ലാ മനുഷ്യന്മാരുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ടത്തെ. ഇപ്പം നിങ്ങൾ ന്യൂ ജനറേഷൻ, ഇപ്പം നിങ്ങൾക്ക് ബെൻസ് ഒന്നും ഉണ്ടാവില്ല. പണ്ടത്തെ മനുഷ്യന്മാർക്കൊക്കെ ഒരു ആഗ്രഹമായിരുന്നു ബെൻസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഗെറ്റ് മാൻ, എല്ലാ മനുഷ്യരുടെയും ഒരു ആഗ്രഹമാണ് ബെൻസ് വാങ്ങുക എന്നുള്ളത്. സോ ബെൻസീൻ എന്നാണ് റിയാക്ഷൻ. ബെൻസീനിൽ നിന്നും നമ്മുടെ സ്വന്തം ബെൻസീനിൽ ആൽഡിഹൈഡ് വന്നു കഴിഞ്ഞാൽ ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കുക. അതാണ് ഗെറ്റർമാൻ കോച്ച്. ഗെറ്റർ മാൻ കോച്ച്, എല്ലാ കോച്ചിനും അതായത് ഗെറ്റർമാൻ, എല്ലാ മനുഷ്യന്മാരുടെയും ആഗ്രഹം എന്താണ്, ഒരു ബെൻസ് വാങ്ങുക എന്നാണ് ആലോചിച്ചാൽ മതി. അപ്പോൾ ബെൻസ് വാങ്ങുന്ന, ബെൻസീനിൽ നിന്നും ബെൻസാൽഡിഹൈഡ്, ആൽഡിഹൈഡ് അല്ലേ ബെൻസാൽഡിഹൈഡ്, എല്ലാ ആളുകളുടെയും. അപ്പോൾ ബെൻസ് മാന് ആള്, ബെൻസിൽ നിന്നും ബെൻസാൽഡിഹൈഡ്, എല്ലാ ആളുകളുടെയും ആഗ്രഹം എന്താ, അപ്പോൾ ബെൻസിൽ നിന്ന് ബെൻസാൽഡിഹൈഡ്, ആൽഡിഹൈഡ് സെറ്റ്. ഇനി എന്തൊക്കെ ഇവിടെ ചേർക്കണ്ടേ, CO, HCl, കോച്ച് COHCl. ഇനി ബെൻസീനും CL-ഉം നിങ്ങൾ എവിടെ കണ്ടാലും റിയാക്റ്റിൻ്റെ അവിടെ ബെൻസീനും CL-ഉം കണ്ടു കഴിഞ്ഞാൽ അപ്പം എഴുതിക്കോ അൺഹൈഡ്രസ് AlCl3. എവിടൊക്കെ നിങ്ങൾ ബെൻസീനും ക്ലോറിനും കണ്ടല്ലോ, റിയാക്റ്റന്റെ ഭാഗത്ത് ബെൻസീനും ക്ലോറിനും കണ്ടോ, കൊടുക്കടാ അൺഹൈഡ്രസ് AlCl3.
സെറ്റായേ? അപ്പോൾ ഗെറ്റർമാൻ കോച്ച് ഗെറ്റ് എന്ത് ഗെറ്റ്? ബെൻസീന് ഗെറ്റ് ചെയ്യണം. മാൻ എന്ന് പറയുമ്പോൾ ആൾ നല്ല പറയുക ആൾഡിഹൈഡ്. അപ്പോൾ ബെൻസിൽ നിന്നും ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുന്നു. എന്തൊക്കെയാണ് അടുത്തത്? കോച്ച് HCl. പിന്നെ ബെൻസീനും CLലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കണം അൺഹൈഡ്രസ് ആസിഡ്. കഴിഞ്ഞു മക്കളെ. നോക്കി നിങ്ങൾ വെറും സെക്കൻഡുകൾ കൊണ്ടാണ് ഓരോ റിയാക്ഷനും ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ആക്കി തരുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യും. ഓക്കെ നമുക്ക് വ്യൂസ് പരമാവധി കൂട്ടണം മക്കളെ. ഞാനൊരു പുതിയ ആളാണ്, അപ്പം എന്ത് ചെയ്യും, എക്സാമിനുള്ള പുതിയൊരാളാണ്. അപ്പം നിങ്ങളുടെ വ്യൂസും നിങ്ങളുടെ കമൻസും ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തുള്ളൂ ഒരു പ്രചോദനമുള്ളൂ. നമ്മൾ കൂടുതൽ കോഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഈ ലാസ്റ്റ് സമയത്ത് ഡീറ്റെയിൽ ക്ലാസ് ഈ സമയത്ത് യൂസ്ഫുൾ ആവുന്നേക്കാൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കണം. നമുക്ക് കുറേ ക്ലാസ്സുകൾ നമ്മുടെ എക്സാമിനർ ഫാമിലി ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ പഠിച്ച് ഈ അവസാന നിമിഷത്തിൽ ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്ത് വെക്കുന്ന ഫാക്റ്റുകളാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസ് ഞാൻ വരുന്നത്. ഡീറ്റെയിൽഡ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ക്ലാസ് അങ്ങനെ വീണ്ടും പറഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക്. അത് കൂടുതലിനേക്കാളും നല്ലത്, അതിനേക്കാളും എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് എത്തുന്ന രീതിയിലാക്കി തരിക. അതാണ് എനിക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി. അത് ഞാൻ മനോഹരമായിട്ട് ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 10 ഇരട്ടിയായിട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. വെറുതെ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. എന്നാൽ തന്നെ സാധനങ്ങളൊക്കെ സെറ്റായി സെറ്റിമായിട്ട് നിങ്ങൾ മനസ്സിൽ വരും. ഓക്കെ, അപ്പോൾ ഗെറ്റർമാൻ കോച്ചും കഴിഞ്ഞ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ബെൻസീൻ്റെ കെമിക്കൽ ഫോമിലാണ്. ഇത് ബെൻസാൾഡിഹൈഡ് കേട്ടോ. അപ്പോൾ ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്നു. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം കേട്ടോ, ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കാൻ ഇതാണ് ഗെറ്റർമാൻ കോച്ച്. ഇനി മറക്കില്ല ആ റിയാക്ഷൻ. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കോപ്പി അടിക്കാൻ പറ്റത്തില്ലേ? ഗെറ്റർമാൻ കോച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയ സാധനത്തിൽ നിന്ന് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ മൂന്നാമത്തെ റിയാക്ഷനും കഴിഞ്ഞു. നെക്സ്റ്റ് എറ്റാഡ് റിയാക്ഷൻ. ഇതേപോലെ തന്നെ ആൾഡിഹൈഡ് നിന്ന് ഉണ്ടാക്കുക. ആൾഡിഹൈഡ് ഉണ്ടാക്കുക അല്ലേ? ആൾഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് എറ്റാഡ് റിയാക്ഷൻ. എറ്റാഡ് റിയാക്ഷൻ എന്താ? നമ്മൾ എറ്റാഡ് എന്ന് എഴുതുമ്പോൾ ഇതൊന്നൊരു ടോ കണ്ടോ നിങ്ങൾ? ടോ എന്ത് ടോ? ആ ടോ അല്ല കേട്ടോ, ഇടപെട്ടൊരു ടോ കണ്ടോ? ടോ. ആ ടോ കണ്ടെങ്കിൽ ഉറപ്പിച്ചോ, തൊളുവീരിൽ നിന്നും ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കാനുള്ള റിയാക്ഷനാണ്. ബെൻസീനിൽ ആൾഡിഹൈഡ് വരിക. ടൊളുവീൻ എന്താ? ടൊളുവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ CH3 വരുന്നതിനാണ് നമ്മൾ ടൊളുവീൻ എന്ന് പറയാം. ഇതിൽ നിന്നും ബെൻസാൾഡിഹൈഡ് ബെൻസീൻ റിങ്ങിൽ CHO വരുന്ന സാധനം ഉണ്ടാക്കണം. ഇതുള്ളൂ പരിപാടി. കിട്ടി. എറ്റാഡ് സ്മാൾ ലെറ്റർ എഴുതുമ്പോൾ കണ്ടോ? ടൊളുവീന്ന് ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കാം. എല്ലാം ആൾഡിഹൈഡ് ഉണ്ടാക്കല്ലേ? അപ്പോൾ ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുക. ഇനി എന്താ ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഉണ്ട് മക്കളെ. ഏട്ടാ. നമ്മൾ ഏട്ടന്മാരെപ്പോഴും നമ്മുടെ ക്രോസാളായിരിക്കും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 2 ഏട്ടന്മാർ വരുമ്പോൾ 2 ആൾക്കാരുണ്ടായാലും ഇവിടെ ഒരു 2 ഇവിടെ 2 ഇടരുത്. 2 സ്ഥലത്ത് മാത്രം 2. ഏട്ടാ എന്ന് പറയുമ്പോൾ 2 അല്ലേ? 2 ആൾക്ക് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ CrO2Cl2 ഏട്ടാ. അപ്പോൾ സിസ്റ്റേഴ്സിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലേ? അപ്പോൾ CS2 CS2 ഏട്ടാ. ഏട്ടൻ ക്രോസൽ കേട്ടോ. ചെറിയൊരു ഐഡിയ വേണം, അല്ലാതെ ഒക്കെ പാടെ അങ്ങോട്ട് കോടാക്കി ഓർത്തിക്കില്ല. ഏട്ടൻ ക്രോസ് അല്ലേ? അപ്പൊ ക്രോസൽ ഏട്ടന്മാരൊക്കെ ക്രോസാളെ പോലെയാവും. നമ്മളെ ക്രോസ് ആയിരിക്കും, നമ്മളെ വേറൊരു പതിപ്പ് കേട്ടോ. ഏട്ടാ ക്രോസൽ. അപ്പൊ സിസ്സിനെ പറഞ്ഞില്ല കുഴപ്പം. അപ്പൊ CS2 സിസ്. ഓക്കെ, പിന്നെ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ആഡ് ചെയ്യുന്നത്. രണ്ടാം സ്റ്റെപ്പിൽ പിന്നെ ആസിഡ് കലക്കിയ വെള്ളം അല്ലേ? H3O+. രണ്ടാം സ്റ്റെപ്പിൽ ആസിഡ് കലക്കിയ വെള്ളം ഉണ്ടായിരിക്കും കേട്ടോ. ആസിഡ് കലക്കി നിങ്ങൾ ഇവിടെ CS2 കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ CS2 എഴുതിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. എന്നാലും കേട്ടോ എല്ലാം കറക്റ്റ് പഠിക്കുമ്പോൾ സെറ്റാക്കി പഠിക്കും. മക്കളെ കണ്ടോ? പഠിച്ചു. എറ്റാർഡ് ടൊളുവീനിൽ നിന്നും ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കുന്നു. എന്താ ചേർക്കുന്നത്? ഏട്ടൻ ക്രോസാളല്ലേ? ക്രോസൽ. രണ്ടാമത്തെ 2. അപ്പൊ സിസ്റ്ററിനെ പറയണ്ടേ? CS2. ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ? ആസിഡ് കലക്കിയ വെള്ളം H3O+. ആസിഡ് കലക്കിയ വെള്ളം ഒഴിച്ച് തല്ലുകൂടുക. അതാണ് സിസ്റ്റേഴ്സിൻ്റെയും ബ്രദേഴ്സിൻ്റെ ഒക്കെ പണി. അത് രണ്ടാം സ്റ്റെപ്പ്. ഓക്കെ മക്കളെ, സെറ്റ് കണ്ടോ? ടൊളുവീനിൽ നിന്നും ബെൻസാൾഡിഹൈഡ് ഉണ്ടാക്കി.
പേര് പഠിച്ചാൽ മാത്രം മതി. പേരെന്താ, അതിൻ്റെ പ്രിപ്പറേഷൻ എന്താ മാത്രം പഠിച്ചു വെച്ചാൽ മതി. മറ്റതൊക്കെ ആ പേരും തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ റിയാക്ഷനും നമ്മളിങ്ങനെ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ 4 എണ്ണം കഴിഞ്ഞു കേട്ടോ. സെറ്റാക്കി കഴിഞ്ഞു മക്കളെ. സെറ്റല്ലേ മക്കളെ? ഈ 4 റിയാക്ഷൻ സെറ്റല്ലേ? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡിൽ വരുന്ന 4 നെയിംഡ് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ സാധനം മക്കളെ എത്ര തവണയെ ചോദിച്ചതെന്നുള്ളതിന് കയ്യും കണക്കുമില്ല കേട്ടോ. ഈ സാധനം ചോദിക്കാതിരിക്കില്ല, ഈ 4 റിയാക്ഷനും ചോദിക്കാതിരിക്കില്ല മക്കളെ. നിങ്ങൾ പഠിച്ചോ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ സാധനം സെറ്റിമാവും. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന 2 റിയാക്ഷൻ ഏകദേശം ഒരേപോലത്തെ 2 റിയാക്ഷനാണ്. ക്ലെമൻസനും വോൾഫ് കിഷ്ണറും. അതായത് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് ആൽഡിഹൈഡ്സ് കീറ്റോൺ, ഇതിൽ വരുന്ന ഒരു ഭാഗമാണ് വോൾഫ് കിഷ്ണറും അതുപോലെ തന്നെ ക്ലെമൻസനും. രണ്ടും ഒരുപോലെ തന്നെയാണ് കേട്ടോ. ആൽഡിഹൈഡ്സിനും പറ്റും, കീറ്റോൺസിനും പറ്റും, എന്തിനും പറ്റും കേട്ടോ. ഇനി എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ മക്കളെ. നമ്മൾ 2 റിയാക്ഷൻ കൂടി സെറ്റാക്കാൻ പോവാ. ശ്രദ്ധിച്ചോ, 2 എണ്ണം കൂടി സെറ്റാക്കാൻ പോവാ. ഇവിടെ ഇങ്ങനെ എഴുതിക്കോളൂ. ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും നമുക്ക് ഇങ്ങനെ എഴുതാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്ന അറിയോ? 6 ആൽഡിഹൈഡ് ആകുമ്പോൾ CHO അല്ലേ, കീറ്റോൺ ആകുമ്പോൾ എന്താ RCOR എന്ന് വരും. ഇവിടെ ഒരു R ഗ്രൂപ്പും ഇവിടെ CH3 ഇവിടെ CH3 അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. RCO, C ഡബിൾ ബോണ്ടോ, അതാണ് CO എന്ന് പറഞ്ഞ കേട്ടോ. C ഡബിൾ ബോണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് വിശ്വസിക്കുന്നു. C ഡബിൾ ബോണ്ടോ ഇവിടെ R ഇങ്ങനെ ഇരിക്കും. ഇനി ഇവിടെ CHO ആണെങ്കിൽ നോക്കിയേ, CO അപ്പോൾ ഇവിടെ ഉണ്ട്, H അല്ല ഇവിടെ എക്സ്ട്രാ ഉള്ളത്, R-ഉം H-ഉം ആണുള്ളത്. അപ്പം നിങ്ങൾ എന്ത് മാറ്റിയാൽ മതി? ഇതാ ഈ R മാറ്റിയിട്ട് അതിന് പകരം ഒരു H ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആൽഡിഹൈഡ്. അപ്പോൾ അതുപോലെ തന്നെ ഈ H മാറ്റിയിട്ട് ഇവിടെ വേറൊരു R ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതാണ് കീറ്റോൺ ഉണ്ടാവും, RCOR കേട്ടോ. അപ്പോൾ രണ്ടിനും ഇങ്ങനെ എഴുതാം. R എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ H ആവുകയാണെങ്കിൽ അത് ആൽഡിഹൈഡ് ആയിരിക്കും, R എന്ന് പറഞ്ഞാൽ വേറൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ആവുകയാണെങ്കിൽ അതെന്തായിരിക്കും? കീറ്റോൺ ആയിരിക്കും. അപ്പോൾ ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും പൊതുവായിട്ട് നമുക്ക് ജനറൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഇങ്ങനെ എഴുതാം. ഇതിൽ നിന്ന് എന്താ ചെയ്യുന്ന അറിയോ മക്കളെ? ശ്രദ്ധിച്ചോ. ക്ലെമൻസനും വോൾഫ് കിഷ്ണറും ചെയ്യുന്ന ഒരേ കാര്യമാണ്. എന്താ ചെയ്യുന്ന അറിയോ? ഇതിന്ന് ഇത്രയും സാധനങ്ങൾ എടുത്ത് കളയും. എന്നിട്ട് 2 ബോണ്ടില്ലേ, ഒരു O പോയി കഴിഞ്ഞു, ഓൻ ഒഴിവാക്കുന്നു. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് ഓക്സിജൻ ഈസ് കാൾഡ് റിഡക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? H2 ആഡ് ചെയ്ത് കൊടുക്കണം. H2 ആഡ് ചെയ്യുന്നതും റിഡക്ഷൻ ആണല്ലോ. O ഒഴിവാക്കുന്നു, H2 ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുന്ന പ്രോഡക്റ്റ്? RCH2R അല്ലേ? ഇവിടെയും RCH2R. ഓക്കെ, അതായത് ഇത് രണ്ടും ഹൈഡ്രോ കാർബൺസാണ്, ആൽക്കേനുകളാണ്. ഇതൊക്കെ രണ്ടും ആൽക്കേൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ആൽഡിഹൈഡ്സോ കീറ്റോണോ എടുത്തിട്ട് അത് ആൽക്കേൻ ഉണ്ടാക്കുന്ന സംഭവമാണ് ക്ലെമൻസനും വോൾഫ് കിഷ്ണറും. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് ടോടൊക്കെ വെച്ച് എത്തേക്കാം. അതിൻ്റെ മുന്നേ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു നോക്കി നിങ്ങൾ. CH3 C ഡബിൾ ബോണ്ടോ H, ഇതൊരു ആൽഡിഹൈഡ് അല്ലേ? ഇതിനെങ്ങനെ നമ്മൾ ചുരുക്കി എഴുതുക? CH3CHO. ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മൾ ക്ലെമൻസനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വോൾഫ് കിഷ്ണർ ചെയ്താലും 2 ചെയ്താലും കിട്ടുന്ന ഒരേ പ്രൊഡക്റ്റാണ്. എന്താ സംഭവിക്കുക? ഇതൊന്ന് എന്ത് ചെയ്യും മക്കളെ? ഓനെ അങ്ങോട്ട് കളയും. ഓനെടുത്ത് കളയടാ, H2 ചേർക്കടാ, 2 H2 ചേർക്കടാ. അപ്പം എന്താ ഉണ്ടാവുക? CH3, ഇവിടെ ഒരു CH2 ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു H ഇല്ലേ, അപ്പോൾ CH3 രണ്ടും ഉണ്ടാവും. CH3 ആൽക്കേൻ ഉണ്ടായി, ഈഥേൻ ഉണ്ടായി. 2 കാർബൺ ആയതുകൊണ്ട് ഈഥേൻ ഉണ്ടായി. ഇതിൻ്റെ പേരെന്താ? മെത്തേത്ത് അല്ലേ? എത്തനാലിൽ നിന്നും ഏനുണ്ടാക്കി, ഈഥേൻ ഉണ്ടാക്കി. എത്തനാലിൽ നിന്നും പെട്ടെന്ന് എഴുതിയപ്പോൾ മാറിപ്പോയി. എത്തനാലിൽ നിന്നും മക്കളെ, എന്തുണ്ടാക്കുക? ഏനുണ്ടാക്കുക. ആലെന്ന് ഏനുണ്ടാക്കുക. ഇത്ര പരിപാടിയുള്ളൂ. ഈ 2 റിയാക്ഷനും ആലെന്ന് ഏനുണ്ടാക്കാനുള്ള റിയാക്ഷനാണ്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ മുന്നിൽ ഏത് വരിക? എഥനാലിൽ നിന്ന് ഈഥേൻ ഉണ്ടാക്കുക, ഇത് എഴുതാം. പ്രൊപ്പനാലിൽ നിന്ന് പ്രൊപ്പേൻ ഉണ്ടാക്കുക, അപ്പോൾ അത് എഴുതാം. ബ്യൂട്ടനാലിൽ നിന്ന് ബ്യൂട്ടൻ ഉണ്ടാക്കുക, അത് എഴുതാം. അതുപോലെ തന്നെ നേരെ തിരിച്ചും പറയാം. ഇതാണെങ്കിൽ നമ്മൾ കീറ്റോൺ ആണെങ്കിൽ എന്താ പറയുക? ഓണല്ലേ? ഓണെന്ന് ഏനുണ്ടാക്കാം കേട്ടോ. ഈ 2 റിയാക്ഷൻ ആലിന്ന് ഏനുണ്ടാക്കാനും ഓണെന്ന് ഏനുണ്ടാക്കാനും തന്നെയാണ് കേട്ടോ. സെയിം റിയാക്ഷൻ തന്നെയാണ്. എന്തിനൊക്കെയാ? ആലിന്ന് ഏനുണ്ടാക്കാനും ഓണെന്ന് ഏനുണ്ടാക്കാം. ഒന്നുമില്ല, ഇതിലൊരു ഓ ഉണ്ടാവും. ആ ഓൻ ഒഴിവാക്കിയിട്ട് അവിടെ H2 ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് എങ്ങനെ പറയാൻ പറ്റും? ഇങ്ങനെ ഇതൊന്നും വേണ്ട. CH3CHO, O ഒഴിവാക്ക്, 2 H ചേർത്ത് കൊടുക്കുക, അപ്പോൾ CH3. ഇനി അടുത്തത് CH3CO CH3.
എന്താ ചെയ്യേണ്ടത്? O ഒഴിവാക്കുക, 2H ചേർത്ത് കൊടുക്കുക, CH2. അപ്പോൾ CH3 CH2 CH2. കണ്ടങ്ങൾ എവിടെയാണെങ്കിലും ഈ രണ്ട് റിയാക്ഷൻ ഒന്നേ ചെയ്യുന്നുള്ളൂ. O ഒഴിവാക്കുക, 2H ഇട്ട് കൊടുക്കുക, O ഒഴിവാക്കുക, 2H ഇട്ട് കൊടുക്കുക, O ഒഴിവാക്കുക, 2H ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ റിയാക്ഷൻസ് പഠിക്കണം അല്ലേ? റിയാക്ഷൻസ് പക്കയാക്കണം. റിയാക്ഷൻസിലെ റിയേജൻറ്റിൽ മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. മറ്റൊക്കെ ചെയ്യുന്നൊക്കെ ഒന്ന് തന്നെയാണ്. എന്താ ഇവിടുത്തെ ഇതെന്നറിയോ? സെൻ മെൻ, സെൻ സിങ്ക്. മെൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീൻ അല്ലേ? ഹ്യൂമൻ ബീ അല്ലേ? HG, ഹ്യൂമൻ ബീൻ HG. മെൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ആണ്. പിന്നെ ക്ലേ HCl നിങ്ങൾ അതിൽ തന്നെ കിട്ടി. ZnHgCl2 HCl. ZnHg ഇത് അമാൽഗമാണ് കേട്ടോ, സിങ്ക് അമാൽഗം. ZnHgHCl. പഠിച്ചു മക്കളെ. ചെയ്യുന്ന ഒന്നുള്ളൂ, O ഒഴിവാക്കുന്നു, H2 ആഡ് ചെയ്യുന്നു, O ഒഴിവാക്കുന്നു, H2 ആഡ് ചെയ്യുന്നു. ചെയ്യുന്നത് അതേ ഉള്ളൂ. പക്ഷെ എന്താണ് അവിടുത്തെ കാറ്റലിസ്റ്റ് വ്യത്യാസം. മറ്റത് കിഷ്ണറിൽ കണ്ടങ്ങൾ NH, ഈ S തിരിച്ചിട്ട് 2 ആയില്ലേ? അപ്പോൾ NH2 അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ NH2. വാവ്, ഫസ്റ്റ് സ്റ്റെപ്പിൽ അതന്നെ. രണ്ടാം സ്റ്റെപ്പിൽ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എന്നെ ആലോചിക്കണം. സായി കൃഷ്ണൻ നിങ്ങളുടെ കോച്ചല്ലേ ഞാൻ. അപ്പോൾ കോച്ച് കോച്ച്. രണ്ടാം സ്റ്റെപ്പിൽ കോച്ച് ആഡ് ചെയ്യാം. ഓക്കെ, NH2 ആഡ് ചെയ്യാം, കോച്ച് ആഡ് ചെയ്യാം, ഇതാട്ടോ ഇവിടെ കണ്ടിട്ടോ, ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുക മക്കളെ? ക്ലമൻസൻ ആണ്. എന്ത് സംഭവിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിക്കോ. ക്ലമൻസൻ, സെൻ, മെൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീൻ ആണ്, HCl. പിന്നെ HCl ഇട്ട് കൊടുത്തു. O ഒഴിവാക്കുക, H2 ആഡ് ചെയ്യുക. അപ്പോൾ 6 ഇവിടെ H2 വരും. ഇത്ര പരിപാടിയുള്ളൂ, കഴിഞ്ഞു. O ഒഴിവാക്കുക, H2 ആഡ് ചെയ്യുക. നെക്സ്റ്റ് കേട്ടോ, ഇവിടെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ടോ, എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. H2 അത് ഒഴിവാക്കുന്നത് എങ്ങനെയാ അറിയോ? H2 ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് സംഭവം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. H2 ഇവിടേക്ക് H2 വരും, ഇവിടേക്ക് H2 വരും അല്ലേ? അത് രണ്ടും ഇത് H2O ആയിട്ട് പോകും, മറ്റേത് അങ്ങനെ പോകും. ഇതൊന്നും ഓർത്ത് വെക്കുന്നില്ല, ജസ്റ്റ് അതൊന്നും ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് വോൾ ഫിഷണർ തന്നെ. വോൾ ഫിഷണർ എന്താ ചെയ്യുന്നത്? ഇതിനൊഴിവാക്കുന്നു, H2 ആഡ് ചെയ്യുന്നു. അപ്പോൾ CO CH2 ആവില്ലേ? CO മാറിയിട്ട് എന്തായിട്ട് മാറും? CH2 ആയിട്ട് മാറും. CH2 R സെറ്റ്. എന്തൊക്കെ ചേർക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ ചേർക്കടാ NH2. രണ്ടാം സ്റ്റെപ്പിൽ കോച്ചും പിന്നെ ഒരാളും കൂടി ഉണ്ടോ, എഥിലീൻ ഗ്ലൈക്കോൾ കേട്ടോ. എഥിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞ ചങ്ങായും കൂടി ഉണ്ട്, അതും കൂടി ചേർക്കാം കേട്ടോ. ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് കേട്ടോ. ഇനി ഈ റിയാക്ഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് 2 സ്റ്റെപ്പിലൊക്കെയാണ് നടക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇത് മറ്റതൊക്കെ പഠിച്ച് സെറ്റായിട്ട് മാത്രം നിങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവൂ കേട്ടോ. അല്ലാതെ ആദ്യം തന്നെ പോയിട്ട് ഇങ്ങനെ തന്നെ പഠിച്ച് സെറ്റ് ആവരുത്. നോക്കി നിങ്ങളിതാ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്ര സംഭവിക്കണുള്ളൂ. ഇതൊരു H2 ഇതൊരു ഓയുമ്പാട് H2 ആയിട്ട് പുറത്തേക്ക് പോകും. ബാക്കിയുള്ളതൊക്കെ യോജിക്കും. ഇവിടെ N ഉണ്ട്, ബാക്കി ഇവിടെ NH2 ബാക്കിയുണ്ട്, അതുകൊണ്ട് യോജിക്കും കേട്ടോ. NH2 അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഈ സാധനം ചേർക്കും, എഥിലീൻ ഗ്ലൈക്കോൾ ചേർക്കണം. അടുത്ത സ്റ്റെപ്പിൽ ചേർക്കും. ഇത് ഒന്നാം സ്റ്റെപ്പിൽ ചേർത്തു, ഇത് രണ്ടാം സ്റ്റെപ്പിലല്ലേ. ഇത് ചേർക്കുമ്പോൾ അത് സംഭവിക്കുക, ഇതിലത്തെ 2 N2 ഉണ്ടല്ലോ, അവരിങ്ങോട്ട് പുറത്തേക്ക് പോകും. ഇതാണ് 2 N2 പുറത്തേക്ക് പോയി, ബാക്കിയുള്ള H2 ഇതിൻ്റെ അടുത്തേക്ക് വന്നു ചെയ്യും. ഇത്രയും സെറ്റ്. വോൾഫ് കിഷ്ണർ രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഓർത്തേക്കുക മക്കളെ. രണ്ടും നിങ്ങൾ ഈ പഠിക്കുന്ന 2 എണ്ണവും സെറ്റാക്കി തരാം. ശ്രദ്ധിച്ചോ, ഈ പഠിക്കുന്ന 2 എണ്ണവും ഉണ്ടാക്കുന്നത് എവിടുന്നാണ്? നമ്മൾ ആൽഡിഹൈഡ്സോ കീറ്റോൺസോ എടുത്തിട്ട് അതിനെ ആൽക്കേൻ ആക്കി മാറ്റാനാണ് യൂസ് ചെയ്യുന്നത്. അത് ക്ലെമൻസൻ ആണെങ്കിൽ സെഡനും അതുപോലത്തെ മെൻ ആവുമ്പോൾ HG പിന്നെ HCl വെച്ചിട്ടാണ് നമ്മൾ മാറ്റുന്നത്. ഇവിടെ ആവുമ്പോൾ NH2ഉം KOH, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് വരയ്ക്കുമ്പോൾ എൻ്റെ പേരാലോചിക്കുക KOH. ഇത് രണ്ടുമാണ് സെറ്റ് മക്കളെ. ഓക്കെ അല്ലേ? അപ്പോൾ ആ 2 റിയാക്ഷനും നമ്മൾ എന്താക്കി മാറ്റി? നമ്മൾ സെറ്റിമാക്കി മാറ്റി മക്കളെ. 4 പ്രിപ്പറേഷനൊക്കെ 2 കെമിക്കൽ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി HV നമ്മൾ കാർബോക്സിലിക് ആസിഡിൽ വരുന്ന ഒരു റിയാക്ഷനാണ് HVZ റിയാക്ഷൻ കേട്ടോ. അതും കൂടി നമുക്ക് പറയാനുണ്ട്. പിന്നെ നമുക്ക് വില്യംസൺ സിന്തസിസ്, അത് ഈതറിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ സെറ്റിമസായി മക്കളെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോൾഫ് കിഷ്ണർ കഴിഞ്ഞു. വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? HVZ റിയാക്ഷൻ എന്ന് ചുരുക്കി പറയുന്നത് കേട്ടോ. HVZ റിയാക്ഷൻ എന്ന് ചുരുക്കി പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നോക്കിക്കോ. സ്മൈലി മാത്രമായല്ലോ. ഓക്കെ എന്ന് നമുക്ക് പറയല്ലേ മക്കളെ, പറയല്ലേ. എന്താ പറയുന്നത്? ഇതാ പറയുന്നത് 6 CH2 COOH.
ഇതൊരു കാർബോക്സിലിക് ആസിഡ് അല്ലേ. ഈ കാർബോക്സിലിക് ആസിഡ് പ്രത്യേകത ഇതല്ലേ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ അല്ലേ മക്കളെ ഈ കാർബൺ ഇതിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയാം. ഫങ്ഷണൽ ഗ്രൂപ്പ് എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത് ആ കാർബൺ നമ്മൾ പറയും ആൽഫ കാർബൺ. അപ്പോൾ അതിൽ ഹൈഡ്രജൻ എന്താ പറയുക? ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഉള്ള കാർബണിലെ ഈ റിയാക്ഷൻ നടക്കുള്ളൂ കേട്ടോ. കാരണം അതുമ്മിലാണ് കളി. അപ്പോൾ അതില്ലെങ്കിൽ നടക്കുമോ? ഇല്ല. അപ്പോൾ എന്താ നടക്കുന്നത്? ശ്രദ്ധിച്ചോ. ഇനിയാണ് നമ്മുടെ പോയിന്റ്. എന്താ ചെയ്യുന്നത് അറിയോ? ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ആരെയാണ്? ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് Br2നെയാണ്. 2 ബ്രോമിനുകളെ ചേർത്താൽ എന്താ സംഭവിക്കുക? ഇത് അല്ലെങ്കിൽ 2 എക്സുകൾ കേട്ടോ. 2 എക്സുകൾ എന്ന് പറയാം. ഹാലജൻസ്. Br പകരം ഞാൻ ഹാലജൻ ആയിട്ട് പറയാം. ഹാലജൻ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ് തൊട്ട് പറഞ്ഞതാ. അയ്യോ ബ്രോ ക്ലോസറ്റിലെ ഫ്ലൂയിഡിൽ വീണു കേട്ടോ. ഓക്കെ, ഇതാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവരൊക്കെയാണ് ഹാലജൻസ്. ഇതിൽ ഏതെങ്കിലും ഒരു ഹാലജൻസ് 2 ഹാലജൻസ് ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു എച്ച് ഈ ഹാലജനെ കണ്ടുമുട്ടി. എച്ചും ഹാലജനും കണ്ടു കഴിഞ്ഞാൽ അവർ തമ്മിലൊരു ബന്ധമുണ്ടല്ലേ? ഞാൻ പറഞ്ഞു കൺകളിലിരുന്നാൽ അവർ പുറത്തേക്ക് പോകും. HX പുറത്തേക്ക് പോകും. ബാക്കിയുള്ള ഈ എക്സ് ഇവിടെ കയറിയിരിക്കും. ആൽഫ ഹൈഡ്രജൻ ആണ് കേട്ടോ പോയത്. ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജനാണ് പോയത്. എന്നിട്ട് ആ എക്സ് എന്ത് ചെയ്യും? ഇവിടെ കയറിയിരിക്കും. അപ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്താ? ഞാൻ ആദ്യം തൊട്ട് നെയ്തരാം. ശ്രദ്ധിച്ചോ. ഓക്കെ. ദാ R ഉണ്ട്, CH2 ഉണ്ട്, COH ഗീവ്സ്. എന്താ സംഭവിക്കുക? ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ മക്കളെ സംഭവിക്കുക? ഇതൊരു എച്ചും ഇതിട്ട് എന്ത് ചെയ്യും? അതിൽ നമ്മൾ X2 ആഡ് ചെയ്യുന്നില്ലേ? X2 ആഡ് ചെയ്യുന്നതിന് ഒരു എക്സും പാടെ HX ആയിട്ട് പുറത്തേക്ക് പോകും. ബാക്കിയുള്ള എക്സ് ഇവിടെ കയറിയിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞേ R അതുപോലെ തന്നെ അതിൽ മാറ്റമൊന്നുമില്ല. CH ഒന്നും കുറവില്ലേ? H കുറഞ്ഞു, COH. ഇവിടെ ആര് വന്നിരുന്നു? ഒരു എക്സ് വന്നിരുന്നു. ഇതാണ് പ്രൊഡക്റ്റ്. അവിടെ ബ്രോമിൻ ആണെങ്കിൽ ബ്രോമിൻ വരും, ക്ലോറിൻ ആണെങ്കിൽ ക്രോമിൻ വരും കേട്ടോ. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് HX ഉണ്ടാവും. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് റിയാക്ഷൻ. കണ്ടോ ഇതാണ്ടോ ഇത് ചെയ്യുന്നു. ഇവിടുത്തെ ഒരു H പുറത്തേക്ക് പോകുന്നു, അവിടെ ഒരു എക്സ് വന്നിരിക്കുന്നു. ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്, അതായത് ആൽഫയിൽ ഹാലജൻ വന്ന കാർബോക്സിലിക് ആസിഡ് അല്ല. അതുകൊണ്ടാണ് ആൽഫ കാർബണിലാണ് ഹാലജൻ വന്നത്. ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. എക്സിന് പകരം Cl വരാം, Br വരാം. ഇനി ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? X2 ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ X2ഉം അതുപോലെ തന്നെ റെഡ് ഫോസ്ഫറസും. രണ്ടാം സ്റ്റെപ്പിൽ H2O വാട്ടർ. അതിൽ ഓർത്തേക്കാം. ശ്രദ്ധിച്ചോ മക്കളെ. ഹാലജൻ, 2 ഹാലജൻ. ഹാർഡ് റെഡ് തന്നെ ഒരു പി ഉണ്ട്, റെഡ് പി. ഈ ഹാർഡ് ഡി ഒന്ന് തിരിച്ചിട്ടാൽ പി ആവും. അപ്പോൾ ഫോസ്ഫറസ്. ഹാർഡ് റെഡ് പി കേട്ടോ, റെഡ് ഫോസ്ഫറസ്. അപ്പോൾ 2 കാര്യങ്ങൾ ഓർത്തിക്കണം. ഒന്ന് എന്ത് ചെയ്യണം? H2 ഹെൽ 2 ഹാലജൻ ചേർക്കണം. റെഡ് ഫോസ്ഫറസ്. ഹാർഡ് എന്ന് ഓർത്തിച്ചാൽ മതി കേട്ടോ. ഹെല്ല് കുറച്ച് ഹാർഡല്ലേ. എൽ എന്ന് പറഞ്ഞാൽ നരകം കുറച്ച് ഹാർഡല്ലേ. അങ്ങനെ ഓർത്തിച്ചാൽ മതി. ഈ 2 പേര് ഓർത്തിച്ചാൽ മതി. എൽ വോൾ ഹാർഡ്. HV സൈഡിൽ എൽ ആണല്ലോ, എല്ല് കുറച്ച് ഹാർഡല്ലേ. അപ്പോൾ ഹാർഡ് റെഡ് ഈ അടുത്ത ഡി ഒന്ന് ചെറുതായി കൊടുത്താൽ മതി, പി ആവും. റെഡ് ഫോസ്ഫറസ്. രണ്ടാം സ്റ്റെപ്പിൽ H2O. സെറ്റാണ് മക്കളെ. അപ്പോൾ അതും കഴിഞ്ഞു കേട്ടോ. ആൽഡിഹൈഡ്സിലെ എല്ലാ നെയ്മഡ് റിയാക്ഷൻസും നമ്മൾ പക്കയാക്കിയിട്ടുണ്ട് മക്കളെ. ഇനി ആൽഡിഹൈഡ്സിൽ ഒരു റിയാക്ഷനും ഇല്ല. ഇതും കൂടി കഴിഞ്ഞു. ആൽഡിഹൈഡ്സിൻ്റെ കഴിഞ്ഞു മക്കളെ. 4 പ്രിപ്പറേഷൻ, 2 കെമിക്കൽ പ്രോപ്പർട്ടി, 1 കാർബോക്സിലിക് ആസിഡിൻ്റെ നെയ്മഡ് റിയാക്ഷൻ കഴിഞ്ഞു മക്കളെ. ഇനി ആൽഡിഹൈഡ്സിൽ ആൽഡോളും ക്രോസ് ആൽഡോളൊക്കെ ഉണ്ട്. അത് നെയ്മഡ് അല്ല, എന്നാലും അതിനൊരു നേർമുണ്ടല്ലോ. അത് വെച്ച് അതും നമ്മൾ പറയും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. ലാസ്റ്റ് വീഡിയോ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് നെയിമിംഗ് വീഡിയോ ആണ്. അത് തൊട്ടടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഈതേഴ്സിൻ്റെ പ്രിപ്പറേഷൻ ആയിട്ടുള്ള വില്യംസൺ സിന്തസിസും കൂടി പറഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ പോവുക. ഓക്കെ, എന്താ വില്യംസൺ സിന്തസിസ് മക്കളെ? വില്യംസൺ പോകാൻ പോവുക. വില്യംസൺ അല്ലേ? ഒന്നുമില്ല, RX എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ CH3 ഏതെങ്കിലും ഒന്ന്, X എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹാലജൻ. അതുപോലെ തന്നെ ഇവിടെയും R പകരം വേറെ ഏതെങ്കിലും CH3 അല്ലെങ്കിൽ CH2 എന്നിട്ട് ONA വരുന്നു. ഇത് 2 റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും? എന്താ സംഭവിക്കുന്നത് മക്കളെ? എന്താ സംഭവിക്കുന്നത്? Cl എന്ത് ചെയ്തു? Na കണ്ടു. Clഉം Naയും കണ്ടു കഴിഞ്ഞാൽ മക്കളെ, സോഡിയത്തിനും പൊട്ടാസ്യത്തിനും എപ്പോഴും സ്നേഹം നമ്മുടെ സ്വന്തം ഹാലജനോടാണ്. ക്ലോറിനോടോ ബ്രോമിനോടോ ഏതും പറയട്ടോ. ഞാൻ ക്ലോറിൻ മാത്രമേ എഴുതിയുള്ളൂ, പക്ഷേ നമുക്ക് എന്തും പറയാം. ഹാലജൻ, എല്ലാ ഹാലജനോടും. അപ്പോൾ അവർ 2 കണ്ടു കഴിഞ്ഞാൽ അവരങ്ങോട്ട് വിളിച്ചോളൂ. NaX പുറത്തേക്ക് പോകും. ബാക്കി ആരുള്ളത്? ഇവിടെ ഒരു O ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ CH3 മാത്രമുണ്ട്. അപ്പോൾ ഈ പോയത് ഇവിടുന്ന് O എന്നല്ലേ പോയത്. അപ്പോൾ നേരെ O വന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാവുക? CH3O CH3O CH3 കണ്ടു നിങ്ങൾ? ഈതറുണ്ടായി.
എന്തായാലും എത്ര കേട്ടോ. ഇവിടെ CH3 ആയാലും എന്തായാലും കുഴപ്പമില്ല. ഈ O വന്നിട്ട് ഈ CL ഇവിടുന്നല്ലേ പോകുന്നത്, ഈ O എന്നെ ഇവിടുന്നല്ലേ പോകുന്നത്, ആ O നേരെ വന്നിട്ട് ഈ CL ഇരിക്കുന്ന ഭാഗത്തിൽ അറ്റാച്ച് ചെയ്യും. അത്രയുള്ള സംഭവം. ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. സെറ്റാണ് മക്കളെ, സെറ്റാണ്. ഇനി നമുക്ക് ഓർത്ത് വെക്കണം. എങ്ങനെ ഓർത്ത് വെക്കേണ്ട മക്കളെ? സൂക്ഷിച്ചോ, ശ്രദ്ധിച്ചോ. വില്യംസൺ എന്ന് പറഞ്ഞാൽ എന്താ? വില്യമിന്റെ മകന് ഓനെ RX100 ഉണ്ട് ഇത്രേ. ഓന് RX100 ഉണ്ട്. ആർക്ക്? വില്യമിന്റെ മകൻ. ആ പേര് തന്നെ കിട്ടണം, അല്ലാതെ വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പേരിന് കിട്ടണം. വില്യമിന്റെ മകന് വില്യംസണ്. ഓനെ അപ്പൊ ആറിന്റെ ഒപ്പം ഓനെ വരിക. ഓനെ എന്തുണ്ട്? RX100 ഉണ്ട് ഇത്ര ബൈക്ക്. അപ്പൊ ഓനെ RX100 RX. ഇനി എന്താ സംഭവിക്കണം എന്താ? N ഉം X ഉം പോവും, R നേരെ ഇവിടെ വന്ന് അറ്റാച്ച്. ഇത്ര ഓനെ RX100, വില്യമിന്റെ മകനെ ഓനെ RX100 ഇത്രേ. RX100 ഇത്രേ. സെറ്റാണ്. അപ്പോൾ വില്യംസൺ സെറ്റായി. ഈ ചിലർ ചോദിച്ചാൽ സാറേ ഡെഫിനിഷൻ പഠിക്കണം. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ്റെ ഡെഫിനിഷൻ കണ്ടോ? ആൽക്കൈൽ ആലൈഡ് അതാണിത് RX വിത്ത് സോഡിയം ആൽക്കോക്സൈഡ് അതാണ് ഈ സാധനം. എന്ത് ചെയ്യുന്നു? ടു ഫോം ഈതർ ആയിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വില്യംസൺസ്. അതൊന്നും എഴുതാനല്ല, അതന്നെയല്ലേ റിയാക്ഷൻ എഴുതുക, അത് മാത്രമേ ഉള്ളൂ. സെൻറ്റൻസ് പറഞ്ഞിട്ടില്ലെങ്കിലും റിയാക്ഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ അതും സെറ്റായി. നമ്മൾ മൊത്തം കുറച്ച് സമയം നമ്മളെ മുന്നിലുള്ളൂ. ആ കുറച്ച് സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. ഞാൻ ചാപ്റ്റർ വൈസ് പോകാനൊന്നും നമുക്ക് സമയമില്ല. ചാപ്റ്റർ വൈസ് ഒക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ സമയം നമ്മൾ അതുപോലൊക്കെ ഒരുപാട് പോയതാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. പക്ഷേ ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യം നിങ്ങൾ എന്താ ഓരോ റിയാക്ഷൻ പഠിക്കുമ്പോൾ ഈ റിയാക്ഷൻ എത്തുന്ന സമയത്താണ് ആ ചെങ്ങായി എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒന്ന് ആലോചിച്ച് പഠിച്ചു വെച്ചാൽ സാധനം സെറ്റാ. എല്ലാ നെയ്മഡ് റിയാക്ഷനും ആക്കി കഴിഞ്ഞു കേട്ടോ. ഇതിലൊന്നുപോലും നമ്മൾ ഒരു കോഡും വെക്കാതെ പറഞ്ഞിട്ടില്ല. എല്ലാത്തിലും കോഡുകൾ പക്ക കോഡുകൾ. സെറ്റല്ലേ മക്കളെ? ഫസ്റ്റത്തെ വീഡിയോ പോലെ ഈ റിയാക്ഷൻ ഫസ്റ്റ് നമ്മളൊരു 6 സെറ്റാക്കി ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ഇതിലൊരു 2, 4, 6, 8 ഇതിലും സെറ്റാക്കി അല്ലേ? 6, 8 സെറ്റാക്കി. ഇനി അടുത്ത ലാസ്റ്റ് ഒരു ഭാഗം വരുന്നുണ്ട്, അത് കുറച്ചേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാ നെയ്മഡ് റിയാക്ഷനും പക്കയാക്കി. ഇനി എക്സാമിനോട് അടുപ്പിച്ച് പിന്നെ അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും. ഓക്കെ മക്കളെ, പഠിച്ചോ. ഇനിയുള്ള ദിവസം ഇതൊക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ നോക്കിക്കോ. പഠിച്ചാ വിജയം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റിൽ ഒരു ലൈക്ക് തരിക, ഒരു കമൻറ്റ് തരിക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഉയർന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വളരെ ഇതായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തരും കേട്ടോ. എക്സാമിന് മുന്നേ നിങ്ങൾ പോകുന്നതിന് മുന്നേ എക്സാം വിന്നർ ഫാമിലിയിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ വേണ്ടതെന്തോ അതൊക്കെ നമ്മൾ തരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ക്രാഷ് കോഴ്സിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ നീറ്റും കീമൊക്കെ നോക്കുന്നവർ നമ്മുടെ ക്രാഷ് കോഴ്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇപ്പോൾ ഓഫറിൽ നമുക്ക് കിട്ടും. എന്ത് ചെയ്യുക? നമ്മളെ നീറ്റും ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ട് സാധനം കേട്ടോ. നമുക്ക് എല്ലാത്തിലൂടെ ഒന്ന് ഓടിച്ച് പോകാനായിട്ട് പെട്ടെന്ന് തന്നെ നീറ്റ് റിപ്പീറ്റ് ഒന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് നീറ്റിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ വേണമെങ്കിലും കുറച്ച് റാങ്ക് കൂട്ടണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ അത് വേണ്ടവരെന്ത് ചെയ്യുക? പെട്ടെന്ന് ജോയിൻ ചെയ്തോ. നീറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. നീറ്റിന് എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ യോധ ബാച്ച് ഉണ്ട്, +2ൻ്റെ യോധ ബാച്ച് ഉണ്ട് കേട്ടോ. അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? PDF നോട്ടുകൾ, ഷോർട്ട് നോട്ട് ലൈവൊക്കെ കിട്ടും കേട്ടോ. ഷോർട്ട് നോട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടും. 999 മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണമെങ്കിൽ അങ്ങനെ പഠിച്ചു തുടങ്ങാം കേട്ടോ. ക്വസ്റ്റ്യൻ ബാങ്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ട്, സൊല്യൂഷൻസ് എല്ലാം അതിലുണ്ട്. അപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് 999 മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. അവർ നിങ്ങൾ എന്ത് ചെയ്തോളും? അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോളും കേട്ടോ. അപ്പോൾ വിട്ടുകളയരുത് മക്കളെ, വിട്ടുകളയരുത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കാര്യങ്ങളും സെറ്റാക്കി കഴിഞ്ഞു അല്ലേ? ലാസ്റ്റ് കാര്യങ്ങളും സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു വീഡിയോ കൂടി ഉണ്ടാവും, പാർട്ട് 3 കൂടി ഉണ്ടാവും. അതോടുകൂടി അത് ഇത്രയ്ക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നെയ്മഡ് റിയാക്ഷൻ മക്കളെ, ഈ 3 വീഡിയോ കണ്ടവർക്ക് എല്ലാ നെയ്മഡ് റിയാക്ഷൻ കിട്ടിയിരിക്കും കേട്ടോ. 3 ക്വസ്റ്റ്യൻ മിനിമം ഉണ്ടാവും ഇവിടുന്ന്. ഞാൻ ഈ പറയുന്ന 3 വീഡിയോസിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ, ഓരോ വീഡിയോത്തിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യനും ഇതുണ്ടാവും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. പിന്നെ ടെസ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പാർട്ട് 1ൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും എന്ത് ചെയ്യുക? ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കാണാത്തവരാണെങ്കിൽ കാണണം. സെറ്റല്ലേ? അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും. ബൈ.